നിഖിലിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയമുണ്ടായി. പ്രിയ വീട്ടിലുണ്ടാവണേ എന്നവൻ അതിയായി ആഗ്രഹിച്ചു. ഗ്രാമപ്രദേശമാണ്. നല്ല വീതി കുറവ് അല്ലാത്ത നീള റോഡും അവിടെയായി കടകളും കണ്ടു തുടങ്ങി. പ്രിയയുടെ വീടടുക്കും തോറും അവൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു. സ്നേഹമുള്ള അമ്മാവനാണെങ്കിലും എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? അവൻ കുറച്ചകലത്ത് വച്ച് തന്നെ ബൈക്ക് നിർത്തി ചുറ്റും വീക്ഷിച്ചു. ധൈര്യം സംഭരിച്ചു മുന്നോട്ട് നടന്നു. കോളിംഗ് ബെല്ലമർത്തി. പ്രിയയുടെ അമ്മ വാതിൽ തുറന്നു. വരൂ മോനെ. അവൻ പതിയെ അകത്തു നോക്കി. അത് കണ്ടിട്ടാകണം, അമ്മ പറഞ്ഞു. അവൾ കുളിക്കുകയാണ്. അമ്മ ചായ കൊണ്ടുവരാം എന്നും പറഞ്ഞവർ അകത്തുപോയി. നിഖിലിന് ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. അപ്പോഴേക്കും പ്രിയയുടെ അച്ഛനും വന്നെത്തി. കപ്പട മീശയും വലിയ വയറും കഷണ്ടിത്തലയുമുള്ള ജൂബയും മുണ്ടും ധരിച്ച ചട്ടമ്പിലുക്കുള്ള പാവത്താൻ. വന്നപാടെ അയാൾ ചോദിച്ചു, മോനെ, അവൾ വൈകിട്ട് വന്നതല്ലേ ഉള്ളൂ, നീ എന്താ വിളിക്കാനാണോ വന്നത്? അല്ല, വെറുതെ വന്നതേ ഉള്ളൂ. നിഖിലിൻ്റെ വാക്കുകൾ കേട്ട് പ്രിയയുടെ അച്ഛൻ ചിരിച്ചു. ചായയുമായി വന്ന അമ്മ പറഞ്ഞു, അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഓഹോ, അച്ഛൻ പറഞ്ഞു. പുതുമോടിയല്ലേ, ഇങ്ങനെയൊന്നും പറയിക്കരുത്. കൂടെ വരണം കേട്ടോ മോനെ. പ്രിയയെ കാണാതെ പോകാനാണ് അവന് തോന്നിയത്. എല്ലാവരുടെ മുന്നിലും ചെറുതായതുപോലെ പ്രിയയും കാണുന്നില്ല. പ്രിയയുടെ അമ്മ പറഞ്ഞു, അവളിപ്പോൾ വരും, മോൻ ചായ കുടിക്ക്. ചായ എടുത്ത് എറിയാനാണ് അവന് തോന്നിയത്. അപ്പോഴേക്കും പ്രിയ ചിരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ്റെ മുന്നിലെത്തി.